എവ്രിവൺ, മൈസെൽഫ് അക്ഷര. ഇന്ന് നമ്മൾ പ്രൊഫഷണൽ എത്തിക്സ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ചില ടോപ്പിക്കുകളാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റെസ്പെക്ട് ഫോർ അതേഴ്സ്. ദിസ് ഈസ് എ ബേസിക് റിക്വയർമെൻറ്റ് ഫോർ നർച്ചറിങ് ഫ്രണ്ട്ഷിപ്പ്, ടീം വർക്ക് ആൻഡ് ഫോർ ദ സിനർജി ഇറ്റ് പ്രൊമോട്ട്സ് ആൻഡ് സസ്റ്റെയിൻസ്. റെസ്പെക്റ്റ് എന്നത് ഒരു ബേസിക് റിക്വയർമെൻ്റ് ആണ്. നമ്മുടെ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും ടീം വർക്കിൻ്റെ സക്സസ്സിനും കോർപ്പറേഷന് വേണ്ടിയിട്ടും നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം. റെസ്പെക്റ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്സെപ്റ്റ് അതേഴ്സ് എക്സിസ്റ്റൻസ്. സെക്കൻഡ് വൺ റെസ്പെക്ട് അതേഴ്സ് ഡിസിഷൻസ്, ആക്ഷൻസ്, ഐഡിയാസ്. അപ്രിഷിയേറ്റ് അതേഴ്സ് പോസിറ്റീവ് ആക്ഷൻസ്, ഹെൽപ്പ് ദം കറക്റ്റ് ദെയർ മിസ്റ്റേക്സ്, എൻകറേജ് ദം, ഡോണ്ട് ക്രിട്ടിസൈസ് ദം. നമ്മളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം? അവരെ എൻകറേജ് ചെയ്യണം. അവരുടെ മിസ്റ്റേക്സിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് അവരെന്ത് ചെയ്യണം? നല്ല രീതിയിൽ കൊണ്ടുവരണം. മിസ്റ്റേക്സിനെ നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം. അവരൊരിക്കലും ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാൻ പാടില്ല. തേർഡ് വൺ എന്ന് പറയുന്നത് ഷോ ഗുഡ് വിൽ. ഫ്രണ്ട്ലി, ഹെൽപ്ഫുൾ അല്ലെങ്കിൽ കോർപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗുഡ് വിൽ എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ ലവ് അതേഴ്സ്, സ്നേഹിക്കാൻ പഠിക്കണം. നമ്മൾ അവരെ ഹെൽപ്പ് ദം ടു അച്ചീവ് ദെയർ ഡ്രീംസ്. അപ്പോൾ വി ഷുഡ് റെസ്പെക്ട് അതേഴ്സ് ആൻഡ് ദെയർ ഡിസിഷൻസ്. വി ഷുഡ് നോട്ട് ഹേർട്ട് ദം ബട്ട് വി ഷുഡ് സപ്പോർട്ട് ദം. അപ്പോൾ അതാണ് റെസ്പെക്ട് ഫോർ അതേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ലിവിങ് പീസ്ഫുള്ളി. ടു ലിവ് പീസ്ഫുള്ളി വൺ ഷുഡ് സ്റ്റാർട്ട് ഇൻസ്റ്റാൾ പീസ് വിത്തിൻ. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മളിൽ ഫസ്റ്റ് സമാധാനം കണ്ടെത്തണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്നും, അവിടെ നിന്ന് നമ്മുടെ സൊസൈറ്റിയിലേക്ക്, അവിടെ നിന്ന് നമ്മുടെ വേൾഡിലേക്ക് പീസ്, സമാധാനം എന്ത് ചെയ്യണം? നമ്മൾ സ്പ്രെഡ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? പീസ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അക്കോർഡിംഗ് ടു ഓറിയൻ്റൽ ഫിലോസഫി വി ഷുഡ് നോട്ട് ഫൈറ്റ് ഫോർ പീസ്. ഓറിയൻ്റൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസ് അപ്പോൺ ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഹ്യൂമൻസ്. നമ്മൾ പീസ്ഫുള്ളായിട്ടല്ല ലൈഫ് ലീഡ് ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും മറ്റൊരാൾക്ക് സമാധാനം നൽകാൻ നമുക്ക് എന്ത് ചെയ്യില്ല? കഴിയില്ല. നമ്മുടെ കയ്യിലില്ലാത്ത സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ പീസ്ഫുൾ ലൈഫിന് വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നർച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നർച്ചർ മീൻസ് ഡെവലപ്പ്. നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓർഡർ ഇൻ വൺസ് ലൈഫ്. നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് ഹാവ് എ ഡിസിപ്ലിൻ ലൈഫ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്യുവർ തോട്ട്സ്, പോസിറ്റീവ് തോട്ട്സ്. ലവ് അതേഴ്സ്, ഫ്രണ്ട്ലി അപ്പോർട്സ്, ക്രിട്ടിസൈസ് ചെയ്യാണ്ട്, ഹേർട്ട് ചെയ്യാണ്ട് അവരെ സംസാരിക്കുക. അതൊക്കെ എന്താണ്? പ്യുവർ തോട്ട്സ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി. യൂസ് അവർ ഇമാജിനേഷൻ ടു പ്രൊഡ്യൂസ് യൂസ്ഫുൾ തിങ്സ്. യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചെടുത്ത് നമ്മളൊരു ക്രിയേറ്റിവിറ്റിയെ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കണം. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ബ്യൂട്ടി ഇൻ വൺസ് ഹാർട്ട്. ലവ്, സർവീസ്, ഹാപ്പിനെസ്, പീസ്, അതൊക്കെ എന്താണ്? നമ്മുടെ ബ്യൂട്ടിയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ബ്യൂട്ടിയാണ്. നമ്മൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ സ്നേഹവും സമാധാനവും ഉള്ളവരായിരിക്കണം. സെക്കൻഡ് നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണ് നമ്മൾ നേടിയെടുക്കണം. എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ടത്? ഗുഡ് ഹെൽത്ത് ആൻഡ് ബോഡി. വി ഷുഡ് ഗെറ്റ് ഗുഡ് ഹെൽത്ത് ആൻഡ് ബോഡി. ഫിസിക്കലി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗുഡ് ഹെൽത്തും നല്ല ബോഡിയും വേണം. ഫിസിക്കലി ഇപ്പം മറ്റൊരാളിപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാൾ വരുവാണെങ്കിൽ നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഫിസിക്കലി നമ്മൾ ഫിറ്റായിരിക്കണം. ലാസ്റ്റായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് ആക്ട്. നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. നമ്മൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൽപ്പ് ദി നീഡി വൺസ്. ഫിനാൻഷ്യലിയും മെൻ്റലിയും ഫിസിക്കലിയും നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. അതിൽ ആക്ടിൽ തന്നെ സെക്കൻഡ് വൺ നമ്മൾ എന്താണ് പ്രവർത്തിക്കേണ്ടത്? മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കണം. അവരെ ഫിസിക്കലിയോ മെൻ്റലിയോ വെർബലിയോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഹേർട്ടും ടോർച്ചറും ഒന്നും ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പീസുള്ള ലൈഫ് പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് പറയുന്നത്. അതിന് മുന്നേ നമുക്ക് ഇൻറ്റേർണൽ പീസ് എന്താണ്, എക്സ്റ്റേണൽ പീസ് എന്താണെന്ന് നോക്കാം. ഇൻറ്റേർണൽ പീസ് റെപ്രസെൻറ്റ്സ് ഇൻഡിവിജ്വൽ പീസ് ആൻഡ് എക്സ്റ്റേണൽ പീസ് റെപ്രസെൻറ്റ്സ് പീസ് ഇൻ സൊസൈറ്റി. അപ്പോൾ നമുക്ക് അതിന് ഫാക്ടേഴ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ സേഫായും കംഫർട്ടബിളുമായുള്ള സിറ്റുവേഷൻ തരുന്ന എൻവയോൺമെൻറ്റ് ആയിരിക്കണം. നമ്മൾ പിന്നെ
നമ്മൾ ജീവിക്കേണ്ടത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്യൂർ ജോബ് ആൻഡ് മോട്ടിവേറ്റഡ് വിത്ത് റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്. റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പോസിറ്റീവ് ആക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ. തേർഡ് വൺ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ത്രെട്ട് ഓർ ടെൻഷൻ. വി ഷുഡ് ബി സേഫ് ആൻഡ് അവർ മൈൻഡ് ഷുഡ് ബി കാം. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് അൺനെസസറി ഇൻ്റർഫറൻസ്. വി ഷുഡ് ഹാവ് എനി ഡിസ്റ്റർബൻസ് വിച്ച് ലീഡ് അസ് ഇൻ ടു ട്രബിൾ. തെറ്റിലേക്ക് നയിക്കുന്ന ഒരു ഡിസ്റ്റർബൻസും എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ജീവിക്കാവും. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഹെൽത്തി ലേബർ റിലേഷൻഷിപ്സ് ആൻഡ് ഫാമിലി സിറ്റുവേഷൻസ്. മേക്ക് ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ഹാപ്പി ഫാമിലി. നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരുമായിട്ടും വീട്ടിലുള്ളവരുമായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ ഇടപഴകണം. ലാസ്റ്റ് വേണമെന്ന് പറയുന്നത് സർവീസ് ടു ദ നീഡി. നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ ഇപ്പം ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ലവ് ആൻഡ് സിമ്പതി കൊടുക്കണം. അതാണ് എന്തെന്ന് പറയുന്നത്, ലിവിങ് പീസ്ഫുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത്, ടു ലീഡ് എ പീസ്ഫുൾ ലൈഫ് വി ഷുഡ് ബി കാം ആൻഡ് ഹാപ്പി. ഫസ്റ്റ് വി ഹാവ് ടു ബിഗിൻ ഫ്രം അവർ ഹോം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കെയറിങ് ആണ്. കെയറിങ് ഈസ് ദി ഫീലിംഗ് ഫോർ അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൺസേൺഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ക്യൂരിയസ് ആയിരിക്കും. കെയറിങ് ഇൻക്ലൂഡ്സ് റെസ്പെക്ട് ടു ദെയർ ഇമോഷൻസ്, റെസ്പെക്റ്റിംഗ് ദെയർ ഇൻട്രസ്റ്റ്. അവരുടെ ഇമോഷൻസിനെയും അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യും. കെയറിങ് എവിടെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫ്രണ്ട്ഷിപ്സിൽ, അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ കൊളീഗ്സിൽ, നമ്മുടെ സൊസൈറ്റിയിൽ, സോഷ്യൽ ക്ലബ്സിൽ, പ്രൊഫഷണൽ സൊസൈറ്റിയിൽ, അതേപോലെ തന്നെ ഫ്രട്ടേണിറ്റി, സാഹോദര്യം, കമ്മ്യൂണിറ്റി, നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കെയറിങ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇൻ ദ പ്രസൻറ്റ് ഡേ വി മസ്റ്റ് സ്റ്റാർട്ട് കെയറിങ് അവർ എൻവയോൺമെൻറ്റ് ഓൾസോ. ദിസ് ഹാസ് ബീൻ എ നെസസിറ്റി ഫോർ അവർ സർവൈവൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എൻവയോൺമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, കെയർ ചെയ്യണം. അതൊരു നെസസിറ്റിയായി വരുവാണ്. കാരണം ഭൂമി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വി ഷുഡ് കെയർ എവ്രി വൺ അറൗണ്ട് അസ്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് എന്ന് പറയുന്നത് ഷെയറിംഗ് ആണ്. എന്താണ് ഷെയറിംഗ് എന്ന് പറയുന്നത്? ഷെയറിംഗ് ഈസ് ദ പ്രോസസ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി ട്രാൻസ്ഫർ ഓഫ് നോളജ്, എക്സ്പീരിയൻസ്, കമ്മോഡിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ്. ഷെയറിംഗ് എന്ന് പറയുന്നത് പ്രോസസ് ദാറ്റ് ട്രാൻസ്ഫർ ഓഫ് നോളജ്, എക്സ്പീരിയൻസ്, കമ്മോഡിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ്. നമ്മുടെ റൂം ഷെയർ ചെയ്യുന്നത്, മറ്റൊരാളുമായിട്ട് നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നത്, അതൊരു ഷെയറിംഗ് ആണ്. നമ്മുടെ ഒരു പെൻ ഒരാൾക്ക് എഴുതാൻ കൊടുക്കുന്നത്, അതെന്താണ്, ഷെയറിംഗ് ആണ്. ഇതൊക്കെ എന്താണ്, നമ്മുടെ ലൈഫിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഗുഡ് ഹാബിറ്റാണ് എന്തെന്ന് പറയുന്നത്, ഷെയറിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ എക്സ്പീരിയൻസ്, അതുപോലെ നമ്മുടെ മെറ്റീരിയൽ പൊസിഷൻസ്, നമ്മളിപ്പോൾ പറഞ്ഞാൽ ഒരു പെന്നോ ഒരു പെൻസിലോ കൊടുക്കുന്നതൊക്കെ എന്താണ്, ഷെയറിംഗ് ആണ്. ഷെയറിംഗ് എപ്പോഴും എങ്ങനെ ആയിരിക്കണം, ഷെയറിംഗ് എപ്പോഴും ജെനുവിൻ ആയിരിക്കണം, സത്യസന്ധത ഉള്ളതായിരിക്കണം, ലീഗലായിരിക്കണം, ന്യായമുള്ളതായിരിക്കണം, അതേപോലെ പോസിറ്റീവായിരിക്കണം, വോളണ്ടറി ആയിരിക്കണം. ഒരിക്കലും നമ്മളെ മറ്റൊരാൾ എന്ത് ചെയ്യരുത്, പ്രേരിപ്പിച്ചിട്ടായിരിക്കും നമ്മളൊരു കാര്യം ഷെയർ ചെയ്യേണ്ടത്. ആൻഡ് വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ ഇൻ റിട്ടേൺ. തിരിച്ചൊന്നും നമ്മൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടത്. നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ആധാർ കാർഡിൻ്റെ നമ്പറൊക്കെ ആയാലും, നമ്മളിപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മളൊരിക്കലും ഔട്ട്സൈഡേഴ്സുമായിട്ട് എന്ത് ചെയ്യരുത്, ഷെയർ ചെയ്യരുത്. ഇപ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരാളുമായിട്ട് അതൊന്നും ഷെയർ ചെയ്യരുത്. ഇൻ ഷോർട്ട്, ഷെയറിംഗ് എന്ന് പറയുന്നത് എന്താണ്, ചാരിറ്റിയാണ്. ചാരിറ്റിയാണ് എന്ത്, ചുരുക്കി പറഞ്ഞാൽ ഷെയറിംഗ് എന്ന് പറയുന്നത് ചാരിറ്റിയാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക, അതാണ് എന്ത്, ഷെയറിംഗ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഷെയറിംഗ് ലീഡ്സ് ടു പീസ്. ഷെയറിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഉള്ളത് ഇപ്പോൾ ഇല്ലാത്തൊരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, സമാധാനം എന്നുണ്ടാവും. നമ്മൾ ഫിലോസഫിക്കലി നമ്മൾ പറയുവാണെങ്കിൽ ഷെയറിംഗ് എന്ന് പറയുന്നത് ഷെയറിംഗ് മാക്സിമൈസസ് ഹാപ്പിനെസ്. നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ പറയുവാണെങ്കിൽ ഫിയർ ആൻഡ് ഡിവിഷൻ ബിറ്റ്വീൻ ഹാവ് ആൻഡ് ഹാവ് നോട്ട് ഡിസപ്പിയേഴ്സ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു ഡിവിഷൻ അവിടെ എന്ത് ചെയ്യും, ഡിസപ്പിയർ ചെയ്യും. എക്കണോമിക്കലി നോക്കുവാണെങ്കിൽ ദെയർ വിൽ ബി നോ വേസ്റ്റേജ്, അല്ലെങ്കിൽ എന്തില്ല, ലോസ് അവിടെ ഉണ്ടാവില്ല. എവ്രി വൺസ് വിഷ് ആർ ഫുൾഫിൽഡ്. അടുത്ത് നമ്മളിനി കമേഴ്ഷ്യലി നോക്കുവാണെങ്കിൽ അവിടെ എന്താണ്,
പ്രോഫിറ്റ് എന്നുള്ളത് ഇൻക്രീസ് ചെയ്യും. നമ്മൾ ടെക്നോളജി ബേസിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും യൂട്ടിലൈസേഷനും എന്നുള്ളത് മാക്സിമൈസ് ആവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും ഷെയർ ചെയ്യാൻ പഠിക്കണം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു അനക്ഡോട്ടാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, എങ്ങനെ ഒരു അമ്മ തൻ്റെ മക്കളെ ഷെയർ ചെയ്യാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഒരിടത്തൊരു അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് തൻ്റെ മക്കളുടെ ബഹളം ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ അമ്മ അവരുടെ അമ്മയോട് ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കും എന്നുള്ളതാണ് ആ അമ്മയുടെ ചോദ്യം. ഇത് കേട്ട് അമ്മൂമ്മ ആദ്യം ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീയും പണ്ട് ഇങ്ങനായിരുന്നു, ഷെയർ ഒന്നും ചെയ്യില്ല, മറ്റുള്ളവരായിട്ട് നിൻ്റെ സാധനങ്ങൾ ഷെയർ ചെയ്യാൻ നീ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ അമ്മൂമ്മ തുടർന്നു, ബോക്സ് ഓഫ് മിസ്ബിഹേവ്ഡ് ടോയ്സിനെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അമ്മയ്ക്ക് ആ ബോക്സ് ഓഫ് മിസ്ബിഹേവ്ഡ് ടോയ്സിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഏതെങ്കിലും ഒരു ടോയ്ക്ക് വേണ്ടി ആ അമ്മയും സഹോദരങ്ങളുമായിട്ട് അടി ഉണ്ടാക്കുവാണെങ്കിൽ ആ ടോയിനെ അമ്മൂമ്മ എടുത്തുകൊണ്ട് പോയി ഒരു ബോക്സിലിട്ട് വയ്ക്കും. അങ്ങനെ പിന്നീട് കുട്ടികൾ ടോയ്ക്ക് വേണ്ടി അടി വയ്ക്കാതായി. അങ്ങനെയാണ് ആ അമ്മ ചിന്തിച്ചത്, എന്തുകൊണ്ട് ഇത് എൻ്റെ മക്കളിൽ ഞാൻ പരീക്ഷിച്ചുകൂടാന്ന്. അങ്ങനെ ഒരു ദിവസം ആ അമ്മ തൻ്റെ മകളോട് പറയുന്നത് കേട്ടു, ദാറ്റ്സ് ഓക്കെ, യു ക്യാൻ പ്ലേ വിത്ത് ഇറ്റ്. അപ്പോൾ എന്താണ് ആ മക്കൾ അവിടെ പഠിച്ചത്? ഒരു കാര്യം അവരുടെ ലൈഫിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്യാൻ പഠിച്ചു? ഷെയർ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ദിസ് സ്റ്റോറി ഇല്ലുസ്ട്രേറ്റ് ദ വർത്ത് ഓഫ് ജോയ് ഓഫ് ഷെയറിങ് ആസ് കമ്പയർഡ് ടു ദ പെയിൻ ഓഫ് ലൂസിങ്. നമുക്ക് നഷ്ടം കാരണം ഉണ്ടാകുന്ന വേദനയെക്കാട്ടും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കഥ പറയുന്നത്. അപ്പോൾ ആ മക്കൾ അവിടെ ഷെയർ ചെയ്യാൻ പഠിക്കുമ്പോൾ അവർക്കിടയിൽ നല്ലൊരു സിബ്ലിംഗ് ബോണ്ടാണ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. So we should share our happiness, our emotions, our things with others so that there will be peace and happiness. I hope you all understand the topics. Thank you.